ജൂൺ ഉറങ്ങുവാനായിട്ട് ശ്രമിച്ചിട്ടൊന്നും തന്നെ അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ നേരത്തെ ഉണഹോയുടെ വീട്ടിലൊക്കെ നിന്ന സമയത്ത് അവിടെ കിടന്നൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു സോഫയൊക്കെ കാരണമായിരിക്കും താനും അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവുക എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവളും സെയിം ടൈപ്പ് സോഫയൊക്കെ ഇന്റർനെറ്റിലും സെർച്ച് ചെയ്യുന്നു. പക്ഷെ അതൊന്നും തന്നെ കണ്ടുകിട്ടാതെ ആക്കുമ്പോഴത്തേക്കും ഉണഹോയോട് നേരിട്ട് ചോദിക്കാമെന്നൊക്കെ വിചാരിച്ച് അവൾ അവനെ കോളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് അപ്പോൾ തന്നെ കോളൊക്കെ കട്ട് ചെയ്യുന്നു. എങ്കിൽ പോലും അവൻ തിരിച്ചവളെ കോൾ ചെയ്യുമ്പോഴത്തേക്കും ഉറങ്ങുകയായിരുന്നു എന്ന രീതിക്കൊക്കെയാണ് അവളും സംസാരിക്കുന്നത്. അതിനുശേഷം നിന്റെ വീട്ടിലെ സോഫയൊക്കെ ഏത് ടൈപ്പ് ആയിരുന്നുവെന്നും അവൾ ചോദിക്കുന്നു. എനിക്ക് ഉറങ്ങുവാനായിട്ട് കുറച്ച് പ്രശ്നമൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം നിന്റെ വീട്ടിൽ വന്ന് സോഫയിലൊക്കെ കിടന്ന് ഞാൻ ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. സോ സോഫ ഏതാണെന്നൊക്കെ പറഞ്ഞു തന്നാൽ മാത്രമേ എനിക്ക് ഉറങ്ങുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും നല്ല ചൂട് പാലൊക്കെ കുടിക്കുകയാണെങ്കിൽ നന്നായി തന്നെ ഉറങ്ങുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ അവനും അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ എല്ലാവരുടെയും വീട്ടിൽ ഈ ഒരു നേരത്തെ പാലുണ്ടാവുകയില്ലല്ലോ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും ബിയോളിന് ഇഷ്ടപ്പെട്ട ഒരു ബുക്കൊക്കെ ഉണ്ട്, ഞാൻ ആ ബുക്കൊക്കെ നിനക്ക് വായിച്ചു തരട്ടെ എന്നൊക്കെ അവനും അവളോട് ചോദിക്കുകയാണ്. പക്ഷെ ഞാൻ കുഞ്ഞു കുട്ടിയൊന്നും അല്ലല്ലോ, ഞാൻ മര്യാദയ്ക്ക് ഉറങ്ങിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അവളും കോള് കട്ട് ചെയ്യുന്നു. ജിയോൺ രാവിലെ ഓഫീസിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും ചുങ്ഹോണിനെ കൂടി കാണുന്നുണ്ട്. അവര് ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഉൺഹോയ്ക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു മീറ്റിങ്ങിന് അവനെ കൂടി കൂട്ടിക്കൊണ്ട് പോകുമെന്നൊക്കെയാണ് ചുങ്ഹോണും പറയുന്നത്. അങ്ങനെ ഇരിക്കെ ജിയോന്റെ ഡ്രസ്സിങ്ങും മറ്റൊക്കെ കാണുമ്പോഴത്തേക്കും നിനക്കെന്താ ഇന്ന് മറ്റെവിടെയെങ്കിലും പോകുവാനായിട്ടൊക്കെ ഉണ്ടോ എന്നൊക്കെ ചുങ്ഹോൺ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എല്ലാ ദിവസവും ഇതുപോലത്തെ ഡ്രസ്സൊക്കെയാണ് ഇടാറുള്ളതെന്ന് പറഞ്ഞ് അവളും അകത്തേക്കൊക്കെ കയറുന്നു. പക്ഷെ എന്താണ് സംഭവം എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചോയ്ക്ക് ജോലിയൊക്കെ മേടിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ ചോയും അവളുടെ മകൾ നടത്തുന്ന പ്രോഗ്രാമിന്റെ ഒക്കെ 2 ടിക്കറ്റ് ഉൺഹോയിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ ഇപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ കാണുവാനായിട്ട് പോകാൻ റെഡിയായി നിൽക്കുകയാണ് ജിയോണും. മാത്രല്ല ഉൺഹോയും സമയത്ത് തന്നെ പരിപാടിയൊക്കെ കാണുവാനായിട്ട് എത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അവൾക്കും മെസ്സേജ് അയക്കുന്നു. അന്നത്തെ ദിവസം വർക്ക് ചെയ്യുന്ന സമയത്തെല്ലാം തന്നെ ജിയോണും സമയമൊക്കെ നോക്കി നോക്കിയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ജിയോണും വർക്കൊക്കെ അവസാനിപ്പിച്ച് പ്രോഗ്രാമൊക്കെ നടക്കുന്ന സ്ഥലത്തേക്കും പോകുന്നു. ഉൺഹോയ്ക്ക് കൂടിയുള്ള കോഫിയൊക്കെ ആയിട്ടായിരുന്നു ജിയോണ് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഉൺഹോ നടന്നു വരുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും നേരത്തെ ചുങ്ഹോണും ഉൺഹോ നിനക്ക് എങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് അവളും ഓർക്കുന്നു. ഇപ്പോൾ അവരും പരസ്പരം കാണുകയൊക്കെയാണ്. ആ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇപ്പോൾ ജിയോണും ഉൺഹോയും കൂടി ചേർന്നിട്ട് പ്രോഗ്രാം നടക്കുന്ന വേദിയിലേക്കൊക്കെ കടക്കുന്നു. അങ്ങനെ ഇരിക്കെ അവരും പ്രോഗ്രാം ഒക്കെ കാണുകയാണ്. ഈ ഒരു സമയത്തെല്ലാം തന്നെ ജിയോണും ഉൺഹോനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ പ്രോഗ്രാം ഒക്കെ അവസാനിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒന്നിച്ചു പോയി ഫുഡൊക്കെ കഴിച്ചാലോ എന്നൊക്കെ ഉൺഹോ ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് നടന്നു പോയാലോ എന്നൊക്കെ ജിയോണും അവരുടെ അടുത്ത് തിരിച്ചു ചോദിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അവർ നടന്ന് സംസാരിച്ചൊക്കെ പോകുന്നു. ജിയോണും ജുങ്ഹോണുമായിട്ട് നീ ഒരു മീറ്റിങ്ങിനൊക്കെ പോയായിരുന്നല്ലോ, അതൊക്കെ എന്തായെന്നൊക്കെ ഉൺഹോയുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നാളെ വർക്കിന് ഇല്ലെന്ന സമയത്ത് നീ തന്നെ അവനോട് ചോദിച്ച് മനസ്സിലാക്കിയാലും മതി. ഇപ്പോൾ നമ്മൾ വർക്കിലൊന്നും അല്ലല്ലോ ഉള്ളത്, അതുകൊണ്ട് തന്നെ മാക്സിമം വർക്കിനെ കുറിച്ച് സംസാരിക്കാതൊക്കെ ഇരിക്കുക, എന്നാൽ മാത്രമേ നിന്റെ ബ്രെയിൻ ഫ്രീ ആവുകയുള്ളൂ എന്നൊക്കെയാണ് ഉൺഹോയും അറിയിക്കുന്നത്. മാത്രമല്ല വിയോളുടെ കാലിന്റെ മുറിവൊക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, വിയോളും നിന്നെ അന്വേഷിച്ചു എന്നൊക്കെ ഉൺഹോയും പറയുന്നു. മിയയുടെ ഹസ്ബൻഡ് ബുക്ക് സ്റ്റോറൊക്കെ നടത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നീ ആ ബുക്ക് സ്റ്റോറിലൊക്കെ പോകാറുണ്ടായിരുന്നു എന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഉൺഹോ പറയുമ്പോഴത്തേക്കും ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു റെഫറൻസ് ബുക്ക് ഒക്കെ നോക്കുവാനായിട്ടായിരുന്നു ഞാനും ആദ്യം ബുക്ക് സ്റ്റോറിൽ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബുക്കിന്റെ മണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. അങ്ങനെ ഇരിക്കെ എല്ലാ ദിവസവും ഞാൻ ബുക്ക് സ്റ്റോറിലൊക്കെ പോകുമായിരുന്നു. എനിക്കങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും മിയയുമായിട്ട് ഞാൻ പിന്നീട് ക്ലോസ് ആയി. ജിയോണും അങ്ങനെ അവളെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം ഉൺഹോനെ കുറിച്ച് കൂടി അവന്റെ അടുത്തൊക്കെ ചോദിക്കുകയാണ്. കുട്ടിക്കാലത്ത് ഞാൻ ഭയങ്കര നാണം കുണുങ്ങിയൊക്കെ ആയിരുന്നു. എനിക്കും അധികം ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും പെട്ടെന്ന് എനിക്ക് പേടിയൊക്കെ തോന്നും. പിന്നീട് ഞാൻ വലുതായ സമയത്ത് പതിയെ പതിയെ ഓരോരോ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഉൺഹോ പറയുമ്പോഴത്തേക്കും എനിക്ക് വലുതായ സമയത്താണ് കൂടുതൽ പേടിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് വലിയൊരു കാര്യം പോലും ഇല്ലാതായേക്കാമെന്ന പേടിയായിരുന്നു എന്റെ ഉള്ളിലും ഉള്ളത് എന്നൊക്കെ അവളും പറയുന്നു. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലും എന്താണ് കുഴപ്പം? നമുക്കൊരു ബാക്കപ്പ് പ്ലാൻ ഒക്കെ ഉണ്ടായാൽ പോരെ? നീ ഇനി ഒന്നും കൊണ്ടും പേടിക്കണ്ട. നിനക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിന്നെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ഞാനും ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കുകയായിരുന്നു അവനും. ഇവരിങ്ങനെ സംസാരിച്ച് നടന്നു വരുന്ന വഴിക്ക് ഒരാള് ഓൺഹോയുടെ അടുത്ത് വന്നതിന് ശേഷം ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു തരാമോ എന്ന് ചോദിക്കുകയാണ്. ഓൺഹോയും ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കുട്ടി ഞാൻ നന്നായി തന്നെ ഫോട്ടോ എടുക്കുമെന്നൊക്കെ പറഞ്ഞ് അവരെ രണ്ടുപേരെയും ചേർത്ത് നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ആ കുട്ടി നമ്മളെ പറ്റിച്ചു എന്നാണ് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വ്യക്തമല്ലാത്ത ആ കുട്ടി എടുത്ത ഫോട്ടോ ഒക്കെ ഉൺഹോയും ജിയോൺ അയച്ചു കൊടുക്കുന്നത്. എങ്കിൽ പോലും അവളും ആ ഫോട്ടോ ഒക്കെ സേവ് ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് രണ്ടുപേരെ കാണിക്കുന്നു. അവർ രണ്ടുപേരും ഒരേ കോസ്മെറ്റിക് കമ്പനിയിലെ റിസർച്ചേഴ്സ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്.
അവരും വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ക്ലോസ് ആയിട്ടൊക്കെ നിന്ന് പെരുമാറുന്നത് ചുറ്റുമുള്ള വർക്കേഴ്സ് എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ആ രണ്ടുപേരിലെ പെൺകുട്ടിയായിട്ടുണ്ടെന്ന് ആ പുതിയ ജോലിക്ക് അന്വേഷിക്കുന്നത്. ഈ ഒരു ജോലി അന്വേഷിക്കുന്നതൊക്കെ നേരെ നമ്മുടെ ജിയോന്റെ കമ്പനിയിലേക്കാണ് വന്നിട്ടുള്ളത്. സോ ഇപ്പോൾ അവർക്കൊരു പ്രൊജക്ടിന് ഒരാളെ ആവശ്യമായിട്ടൊക്കെ ഉണ്ട്. ആ ഒരു പോസ്റ്റിലേക്കൊക്കെ ആയിനെ സെലക്ട് ചെയ്താലോ എന്നൊക്കെ ഗ്യൂറുമും ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് ആ ജോലിയൊക്കെ മാറുന്നതെന്ന് ജിയോൺ ചോദിക്കുമ്പോഴത്തേക്കും അവൾ കൂടെ ഉണ്ടായിരുന്ന ഒരു വർക്കറിനെയൊക്കെ ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവർ ബ്രേക്കപ്പുമായി. അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പനിയിൽ അവനെ ഫേസ് ചെയ്യുവാനായിട്ടും അവന്റെ ഒപ്പം വർക്ക് ചെയ്യുവാനായിട്ടും അവൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ ഗ്യൂറിൻ പറയുമ്പോഴത്തേക്കും അവൾ ഇമോഷണൽ ആയിട്ട് എടുത്തൊരു തീരുമാനമാണ് ഇത്. അതുകൊണ്ട് തന്നെ അവൾ പിന്നീട് മനസ്സ് മാറ്റുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നമുക്കും അവളെ സെലക്ട് ചെയ്യണോ എന്നൊക്കെ ജിയോണും ഗ്യൂറിമിനോട് ചോദിക്കുന്നു. പക്ഷെ ഗ്യൂറിമും വളരെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ള രീതിക്കൊക്കെയാണ് സംസാരിക്കുന്നത്. നമ്മൾ വർക്ക് ചെയ്യുന്ന അതേ സ്ഥലത്ത് നമുക്കൊരു ലവറൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് ബ്രേക്കപ്പ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുവാനായിട്ട് വളരെ ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നതായിരിക്കും. എന്തായാലും പിന്നെ ആ കമ്പനിയിൽ നിന്ന് പോകുവാനായിട്ടായിരിക്കും നമ്മളും ശ്രമിക്കുക എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അവളുടെ ലവ് സ്റ്റോറിയൊക്കെ അറിഞ്ഞാൽ കൊള്ളാമെന്ന് പലർക്കും തോന്നുകയാണ്. പക്ഷെ അവളും അത് പുറത്ത് പറയുവാനായിട്ട് നിൽക്കുന്നില്ല. നേരത്തെ ജിയോന്റെ കമ്പനി തന്നെ ആയിരുന്നു ആയിനെ ഇപ്പോൾ അവൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിലേക്കൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് വർക്കിന് പിന്നാലെയൊക്കെ നടന്നതാണ് അവളും. ഇപ്പോഴാകട്ടെ കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ആയെന്നൊക്കെ ഗ്യൂറിൻ പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരിക്കലും വർക്ക് ചെയ്യുന്നിടത്ത് ഡേറ്റ് ചെയ്യുവാനായിട്ട് പാടില്ല എന്നാണ് ക്വാങ്ങിന്റെ അഭിപ്രായം. അതേസമയം പക്ഷെ ഒരിക്കലെങ്കിലും വർക്ക് ചെയ്യുന്ന അതേ അടുത്ത് ഡേറ്റ് ഒക്കെ ചെയ്യണമെന്നും അങ്ങനെ ഡേറ്റ് അയക്കുകയാണെങ്കിൽ അതൊക്കെ സീക്രട്ട് ആക്കി വെക്കുമല്ലോ, അതൊക്കെ എത്രത്തോളം റൊമാൻറ്റിക് ആണെന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് ക്യുഹയും. നിനക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ലാഞ്ഞിട്ടാണ്. വർക്ക് ചെയ്യുന്നിടത്ത് തന്നെ ഡേറ്റ് ഒക്കെ ചെയ്യുവാനായിട്ട് നോക്കുകയാണെങ്കിൽ അതിലും വലിയൊരു തോൽവി വേറെ ഉണ്ടാകുവാനേ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്യൂറുമും അവൾക്ക് ഒരു അഡ്വൈസ് ഒക്കെ നൽകുന്നു. ജിയോണും മിയയുമായിട്ട് വലിയൊരു ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് മിയേനെ വഴക്ക് പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഈ ഒരു സമയത്തായിരുന്നു തൊട്ടടുത്തുണ്ടായിരുന്ന ഉൺഹോയിനൊക്കെ അവളും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. ഉൺഹോയുടെ ആ ഒരു ഇരിപ്പവും വർക്കും ഒക്കെ കാണുമ്പോഴത്തേക്കും അവൾക്കും ചെറുതായിട്ടൊന്ന് ചിരിയൊക്കെ വരുന്നു. പക്ഷെ മിയയും അവളിങ്ങനെ ചിരിക്കുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഞാൻ ചിരിച്ചേയില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും തർക്കിക്കുകയാണ് ജിയോണും. പിന്നീട് ജിയോണും മിയയും കൂടി ഒന്നിച്ച് ലിഫ്റ്റിലൊക്കെ കയറി നിൽക്കുമ്പോഴത്തേക്കും ലിഫ്റ്റ് സ്റ്റോപ്പ് ചെയ്യുകയായിരുന്നു ജിയോണും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തിനാണ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തതെന്നൊക്കെ മിയയെ ചോദിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ തന്നെ ഉൺഹോ എത്തുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവൾ നിൽക്കുന്നു. ഉൺഹോ വരുന്ന വഴിക്ക് എല്ലാവരുടെയും അടുത്ത് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ സൗണ്ട് ഒക്കെ കേട്ടിട്ടാണ് ഞാനും ലിഫ്റ്റ് നിർത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവളും മറുപടി കൊടുക്കുന്നു. ഇനി മറ്റൊരു ദിവസമാകട്ടെ എന്തൊക്കെ കാര്യങ്ങളാണ് ജിയോണ് ചെയ്യുവാനായിട്ടുള്ളതെന്നൊക്കെ പറയുന്നതിനിടയ്ക്ക് നമുക്ക് ഓഫീസിന്റെ അടുത്ത് നിന്നും ലഞ്ചൊക്കെ കഴിച്ചാലോ എന്നൊക്കെ അവനും ചോദിക്കുന്നു. പക്ഷെ ജിയോണാകട്ടെ അവന്റെ ഇഷ്ടം എന്താണെന്നൊക്കെ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അവനും ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ പറയുമ്പോഴത്തേക്കും എന്നാൽ ആ ഫുഡ് എവിടെയാണോ ഉള്ളത് നമുക്ക് അവിടെ പോയി കഴിക്കാമെന്നൊക്കെ അവളും അറിയിക്കുന്നു. ഉൺഹോടൊപ്പം ഒന്നിച്ചിരുന്ന് ലഞ്ചൊക്കെ കഴിക്കാമല്ലോ എന്നാണ് ജിയോൺ വിചാരിക്കുന്നതെങ്കിലും മിയയും ഇതേ ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഉൺഹോയ്ക്കും മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ അവരുടെ കൂടെയൊക്കെ പോകുന്നു. അങ്ങനെ ഇരിക്കെ നിനക്ക് ഈ ഒരു ഫുഡൊന്നും ഇഷ്ടമില്ലല്ലോ, നമുക്ക് രണ്ടുപേർക്കും കൂടി പോയി മറ്റേതെങ്കിലും ഫുഡൊക്കെ കഴിച്ചാലോ എന്നൊക്കെ ജുങ്ഹോൺ ചോദിക്കുന്നുണ്ടെങ്കിലും ഇത് നല്ല ഫുഡല്ലേ, ഇതിനെന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജിയോണും സെയിം ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് പോകുന്നു. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.